നമുക്ക് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകാം. തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പലതരം തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ തട്ടിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പത്തനംതിട്ടയിൽ നിന്ന് പണ്ട്. ഇപ്പോൾ ഇത് വേറൊരു സ്ഥലത്ത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്, നടരാജ് പെൻസിൽ കമ്പനിയുടെ പേരിൽ വ്യാപകമായ ഓൺലൈൻ തട്ടിപ്പ്. വീട്ടിലിരുന്ന് പെൻസിൽ പാക്ക് ചെയ്യുന്ന ജോലിക്ക് 30,000 രൂപ ശമ്പളം ലഭിക്കുമെന്നാണ് വാഗ്ദാനം. ആദ്യം 680 രൂപ രജിസ്ട്രേഷൻ ഫീസ് ആവശ്യപ്പെടും. പണം ലഭിച്ചാൽ വീണ്ടും പണം ആവശ്യപ്പെടുന്നതാണ് തട്ടിപ്പിന്റെ രീതി. പണം നഷ്ടപ്പെട്ട രാജകുമാരി സ്വദേശിയായ കുരിശിങ്കൽ ഷിബി ജോസഫ് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പ്രതികരണമുണ്ട്, കേൾക്കും. ആദ്യം നമ്മളൊരു 650 രൂപ അടയ്ക്കണം. അത് കഴിയുമ്പോൾ അവർ പെൻസിൽ പാക്കിട്ട് വീട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞുണ്ട്. അതൊരു തട്ടിപ്പായിരുന്നു. ഞാനൊരു 650 രൂപ അയച്ചു കൊടുത്തു. പിന്നെ അവർ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഒരു 1999 രൂപ അയച്ചു തരണം, എന്നാലാണ് പെൻസിൽ വീട്ടിലേക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 650 കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായി അതൊരു തട്ടിപ്പാണ്. വീട്ടിൽ എത്തിച്ചു തരും. നമ്മളൊരു ദിവസം ഒരു 100 പാക്കറ്റ് പെൻസിൽ പാക്ക് ചെയ്ത് കൊടുത്താൽ മതി. പല നമ്പറുകളിലും വരുന്നുണ്ട്. അവർ തിരിച്ചങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല അവർ. രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. രാഹുൽ, പണ്ട് പത്തനംതിട്ടയിൽ കണ്ട തട്ടിപ്പാണ് ഇപ്പോൾ ഇടുക്കിയിൽ പുതുതായിട്ട് റീപാക്ക് ചെയ്ത് അവതരിപ്പിക്കുന്നത്. പെൻസില് പാക്കറ്റിലാക്കിയാൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30,000 രൂപ കിട്ടും എന്ന് പറഞ്ഞ് 650 രൂപ, ചെറിയ തുകയാണ് 650 രൂപ. അതാണ് പലരിൽ നിന്ന് തട്ടിക്കുമ്പോൾ അത് ഒരു കടലായിട്ട് മാറും എന്നുള്ളതാണ്. ഈ തട്ടിപ്പിന്റെ ഒരു രീതി എങ്ങനെയാണ്? ഇവരെ എങ്ങനെയാണ് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്? വാട്സപ്പ് വഴിയാണോ ഈ മെസ്സേജുകൾ വരുന്നത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. പത്തനംതിട്ടയിൽ ഈ സംഭവം നടന്നിട്ട് 1 വർഷം പിന്നിടുകയാണ്. ഇപ്പോഴും സമാനമായ തട്ടിപ്പ് സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്നതാണ് രാജകുമാരിയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ആകർഷകമായ ശമ്പളമാണ്, അതുകൂടാതെ വാട്സപ്പ് വഴിയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് എന്നാണ് തട്ടിപ്പിനിരയായ ഷിബി തന്നെ പറയുകയും ചെയ്യുന്നത്. അതിലാദ്യം പറയുന്നത്, വീട്ടിലിരുന്ന് ഈ പെൻസിൽ പാക്ക് ചെയ്യുന്ന ജോലി നൽകാം, അതിന് രജിസ്ട്രേഷൻ ഫീസായി 650 രൂപയാണ് ആദ്യം ആവശ്യപ്പെടുന്നത്. 650 രൂപ നൽകിയിട്ടുണ്ടെങ്കിൽ വീണ്ടും 1999 രൂപ കൂടെ നൽകണം എന്ന് പറയുന്നു. 1999 രൂപ നൽകുകയാണെങ്കിൽ ഈ 30,000 രൂപയിൽ അഡ്വാൻസായി 17,500 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും എന്നാണ് മോഹ വാഗ്ദാനം. പല ആൾക്കാരും ഇതിൽ പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ 30,000 രൂപയൊക്കെ ശമ്പളം ലഭിക്കുമോ എന്ന് ആദ്യം ആൾക്കാർ കരുതും. പിന്നീട് ഈ 650 രൂപ നൽകിയാൽ മതിയല്ലോ എന്ന് കരുതിക്കൊണ്ട് 650 രൂപ നൽകുകയും ചെയ്യും. പിന്നീടാണ് തട്ടിപ്പിന്റെ ഈ വഴികൾ മനസ്സിലാവുകയും ചെയ്യുന്നത്. 650 രൂപയും നൽകി പിന്നീട് 1999 രൂപയും നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ബന്ധപ്പെടുന്ന ആൾക്കാരെ കുറിച്ച് പിന്നെ പൊടി പോലും ലഭിക്കില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. വാട്സപ്പിലൂടെയാണ് ആളുകൾ വിളിക്കുന്നത്. പക്ഷേ ആ വാട്സപ്പിലുള്ള നമ്പറിൽ പിന്നീട് ബന്ധപ്പെട്ടാൽ യാതൊരു വിവരവും ഇല്ല എന്നാണ് ഷിബി തന്നെ പറയുകയും ചെയ്യുന്നത്. ആകർഷകമായ രീതിയിൽ ചിത്രങ്ങളും വീഡിയോ ഒക്കെ ഈ നടരാജ് പെൻസിലിന്റെ പേരിൽ ഇവർക്ക് വാട്സപ്പിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണക്കാരായ ആളുകളൊക്കെ ഈ കുട്ടികളൊക്കെ പെൻസിൽ വാങ്ങുന്ന കണ്ട് വിശ്വസിക്കാമല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇതിൽ പെടുകയും ചെയ്യുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് സംസ്ഥാനത്ത് വ്യാപകമായി വർഷങ്ങളായി നടരാജ് പെൻസിലിന്റെ പേരിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിലിപ്പോൾ ഒരാൾക്ക് 650 രൂപയാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ കോടിക്കണക്കിന് രൂപ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിവിധ ആളുകളിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിലൊക്കെ ജാഗ്രത വേണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇനിയും ആളുകളുടെ കയ്യിൽ നിന്നും പണം നഷ്ടപ്പെടും. വരും. ഓക്കെ, താങ്ക് യു പ്രിയപ്പെട്ട പ്രേക്ഷകർ. താങ്ക് യു രാഹുൽ, ഒരിക്കൽ കൂടി അത് ഓർമ്മപ്പെടുത്തിയതിന്. എത്ര ഓർമ്മപ്പെടുത്തിയാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ചിലർ അതിന് കൊണ്ടുപോയി തലവെച്ച് കൊടുക്കും. നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് ഇതേ വാർത്ത പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതേ ചാനൽ റിപ്പോർട്ടർ TV പ്രേക്ഷകരെ അന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. നടരാജിൻ്റെ പേരിൽ ചില തട്ടിപ്പ് രാജാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നടയ്ക്ക് പോകില്ല കേട്ടോ.